എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബിഗ് മോമിനെ ആയിരിക്കും കാണിക്കുക. അവളുടെ തലയ്ക്ക് കിട്ടിയ ആ ഒരു അടിയിൽ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ അതൊന്നൊന്നായിട്ട് തിരികെ എത്തും. ലൂഫിയെ അവനെ തേടി കൈഡോയെ വെല്ലുവിളിച്ചാണ് അവൾ ഇവിടേക്ക് എത്തിയത്. അവര് കടലിൽ നിന്ന് ഈ ഒരു ഐലാൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ കിങ് അവരുടെ കപ്പൽ ചവിട്ടി തെറിപ്പിച്ചത്. അവളാണെങ്കിൽ ആ ഒരു അറ്റാക്കിൽ കരയ്ക്ക് വന്ന് അടിഞ്ഞു. അവിടെ വെച്ച് ചോപ്രാൻ ടീം അവളെ തിരിച്ചറിഞ്ഞതും അവൾക്ക് കഴിക്കാനായിട്ട് സൂപ്പ് കൊടുത്തതും അവളെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നതും അതിനുശേഷം ഇവിടെ റെഡ് ബീൻ സൂപ്പിന് വേണ്ടി അവൾ ഫൈറ്റ് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവളുടെ മെമ്മറിയിലേക്ക് അങ്ങനെ തെളിഞ്ഞു വരികയാണ്. ബിഗ് മോം ആണെങ്കിൽ ഒരു സെക്കൻഡ് ശ്വാസം വലിച്ചു വിട്ട് നിൽക്കും. അവൾക്ക് മനസ്സിലാവും ലൂഫിയാണ് അവളുടെ യഥാർത്ഥ എനിമിയെന്ന്. പക്ഷേ ഇപ്പോൾ ഈ പ്രോബ്ലം അത് സോൾവ് ചെയ്തേ പറ്റൂ. ഇവിടെ ക്വീൻ അവനാണെങ്കിൽ അപ്പോഴും ഓടി രക്ഷപ്പെടാതെ അവളോട് ചോദിക്കും, ഞാൻ ഇത്രയും വലിയ അടി അടിച്ചിട്ടും നിനക്ക് യാതൊരു കുഴപ്പമില്ലേ? സത്യത്തിൽ നിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചിട്ടാണോ? എന്ത് വെച്ചിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഇവിടേക്ക് വന്ന് എന്നെ വെല്ലുവിളിച്ച് നിന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയും. കൺട്രോൾ പോയ ബിഗ് മോം അവൾ ദേഷ്യപ്പെട്ട് പറയും, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ആ സൂപ്പ് അത് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് അവളുടെ പവർ അങ്ങനെ റിലീസ് ചെയ്യാണ്. അവളുടെ പവർ അത് പുറത്തേക്ക് വരേണ്ട താമസം ആ ഒരു പവറിന്റെ ഇമ്പാക്റ്റിൽ ക്വീൻ അങ്ങനെ തെറിച്ചു പോകും. ബിഗ് മോം അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ ക്വീനോട് ചോദിക്കും, നീ ആ കൈഡോയുടെ അസിസ്റ്റന്റ് അല്ലേ? നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നീ വെല്ലുവിളിക്കും. എന്റെ റിയൽ പവറിലുള്ള അറ്റാക്ക് അത് നീ കാണാൻ പോകുന്നതേ ഉള്ളെന്ന് പറയും. ക്വീനാണെങ്കിൽ അത് കേട്ട് വല്ലാത്തൊരു ഷോക്ക്. അവൻ നാക്ക് തള്ളി ബിഗ് മോമിനെ കണ്ട് പേടിച്ച് നിൽക്കും. ആ സൂപ്പ് എനിക്ക് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് ബിഗ് മോം ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. മോം ആണെങ്കിൽ അവന്റെ ക്ലോസ് എത്തേണ്ട താമസം അടുത്ത സെക്കൻഡ് സ്വിച്ച് ഇട്ട പോലെ ബിഗ് മോം അങ്ങനെ താഴേക്ക് വീണ് കൂർക്കം വലിച്ചുറങ്ങാനായിട്ട് തുടങ്ങും. ഇവിടെ ക്വീൻ ആണെങ്കിൽ ഒരു നിമിഷം അവന്റെ മരണം അത് മുഖാമുഖം കണ്ടു കഴിഞ്ഞു. ഇതാണ് പറ്റിയ അവസരം. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. 916 ഗോൾഡ് മാർക്കുള്ള എല്ലാ സീ പ്രസന്റ് സ്റ്റോണുകളും ഇവിടേക്ക് കൊണ്ടുപോയോ. അതുപയോഗിച്ച് ഇവളെ കെട്ടി വലിക്ക്. ചങ്ങലകളിൽ നിന്ന് അവൾ പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയും. അത് കേട്ട് സബോർഡിനേറ്റ്സും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സീ പ്രസന്റ് സ്റ്റോണുകളും ഹാൻഡ് കഫുകളും അതൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ ബിഗ് മോമിനെ അങ്ങനെ ചുറ്റി വരികയാണ്. അതിനുശേഷം സോൾജേഴ്സ് എല്ലാവരും ചേർന്ന് അവളുടെ ബോഡിയിൽ അങ്ങനെ മയങ്ങാനുള്ള ഒരുപാട് ഇഞ്ചക്ഷൻസ് കുത്തി കയറ്റുകയാണ്. ക്വീൻ അവളാണെങ്കിൽ സോൾജേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, എത്രയും പെട്ടെന്ന് ബിഗ് മോമിനെ കൈഡോയുടെ അടുത്തേക്ക് എത്തിക്കണം. അത് കേൾക്കേണ്ട താമസം ബിഗ് മോമിനെ കെട്ടി വലിച്ച് ഒരു കപ്പലിൽ കയറ്റി അവിടുന്ന് കൈഡോയെ ലക്ഷ്യമാക്കി അങ്ങനെ പോകാനായിട്ട് തുടങ്ങും. ഇവിടെ പ്രിസൺ ആണെങ്കിൽ അവർ നന്നായിട്ട് ലോക്ക് ചെയ്യും. ഇവിടെ മൊമന്റോസ്കിയും ആ വയലറ്റ് പെണ്ണും അവർ രണ്ടുപേരും ടെൻഷനായിട്ട് ചുറ്റും നോക്കും. ആ സെല്ലിന്റെ എമർജൻസി ഗേറ്റ്സ് അതൊക്കെ ക്ലോസ് ആവുകയാണ്. അവരാണെങ്കിൽ ഷോക്ക് ആ സെല്ലിന്റെ അടുത്തേക്ക് ഓടി വരും. കാരണം ആ സെല്ല് ലോക്കായി കഴിഞ്ഞാൽ ഇവർക്ക് അകത്തേക്ക് പോകാനും കഴിയില്ല, അകത്തുള്ളവർക്ക് പുറത്തേക്ക് വരാനും പറ്റില്ല. ബിഗ് മോമിനെ കൊണ്ടുപോകുന്ന കപ്പലുള്ള സോൾജിയേഴ്സ് അവർ നല്ല സ്പീഡിൽ ഇപ്പോ കൈഡോ ലക്ഷ്യമാക്കി കപ്പൽ അങ്ങനെ പറപ്പിക്കുകയാണ്. എത്രയും വേഗം അവന്റെ അടുത്ത് എത്തിച്ചിട്ടില്ല എങ്കിൽ മോം ആ കപ്പൽ തന്നെ ഇല്ലാതാക്കുന്നുള്ള ബോധ്യം അതവർക്കുണ്ട്. ഇവിടെ വയലറ്റ് പെണ്ണും മൊമന്റോസ്കിയും അവർ രണ്ടുപേരും ആ സെല്ലിന്റെ അകത്തൂടെ അകത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കട്ട് ചെയ്ത ലൂഫി അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വീണ്ടും ചാടി വന്ന് ആ സോൾജേഴ്സിന്റെ ഇടയിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ റെഡിയാണ്, നമുക്ക് വീണ്ടും ഫൈറ്റ് ചെയ്യാം. വാർഡനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇവിടുത്തെ വെറും ഒരു പ്രിസണർ മാത്രമാണ്. ഒരു കാരണവശാലും ഞങ്ങളുടെ ഇൻസ്ട്രക്ഷൻ വിപരീതമായിട്ട് നീ പ്രവർത്തിക്കാനായിട്ട് പാടില്ല. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും, ഞാൻ ആരെയും ഒബേ ചെയ്ത് ജീവിക്കില്ല, എനിക്ക് ഫ്രീ ആയിട്ട് ജീവിക്കണം, അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു പൈററ്റ് ആയതെന്ന് പറഞ്ഞ് ലൂഫി സ്റ്റൈലായിട്ട് നിൽക്കും. ഞാൻ ഈ ജയില് അത് തന്നെ ഇപ്പൊ ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണെന്ന് പറയും. അത് കേട്ട് സോൾജിയേഴ്സ് 4 ഭാഗത്തു നിന്നും ലൂഫിയെ വളയാണ്. യെസ്, ഇതാണ് ഞാൻ ആഗ്രഹിച്ച ആ ഒരു മൊമെന്റ്. എന്റെ ഹോക്കി പവർ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അതുപയോഗിച്ച് എനിക്ക് ഇവരെ തകർക്കണം എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അറ്റാക്ക് ചെയ്യും. പക്ഷെ ലൂഫി കരുതും പോലെ അവൻ ആ ഹോക്കി പവർ മറ്റുള്ളവരുടെ ബോഡിയിലേക്ക് കടത്തിവിടാനാവില്ല. ഒരാളുടെ ബോഡിയിലേക്ക് ആ ഹോക്കി പവർ കടത്തിവിട്ട് അവനെ തകർക്കാൻ സാധിച്ചാൽ മാത്രമേ ലൂഫിയെ കൊണ്ട് കൈഡോയെ തോൽപ്പിക്കാനും ഈ ഒരു വാനോ കിൻഡത്തെ മോചിപ്പിക്കാനും കഴിയൂ. ലൂഫി ആണെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ട അപ്പാപ്പനാണെങ്കിൽ ലൂഫിക്ക് കട്ട സപ്പോർട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ലൂഫി ഫൈറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. ആൾക്കിപ്പോൾ ലൂഫിയിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ലോങ് ഷോട്ടിൽ ചോപ്പർ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ട് തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. ഓ നോ, ലൂഫി ആണെങ്കിൽ ഈ ഗ്യാപ്പ് ലക്ഷ്യമാക്കി എങ്ങനെയെങ്കിലും തൊടാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് അവന്റെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാണെന്ന് പറയും. ഉടനെ നമ്മുടെ സാമുറായി പെണ്ണ് അവൾ ചോപ്പറിനോട് പറയും, വായോ, ഒക്കെ എത്രയും വേഗം ആ ബിഗ് മോമിനെ രക്ഷിക്കാം. അവളെ ഇവരെല്ലാവരും ചേർന്ന് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. ചോപ്പറിനാണെങ്കിൽ കൂടെ കേൾക്കുമ്പോൾ ചത്താ മതി എന്നാവും. യു ആർ അൺബിലീവബിൾ. നീ അവളുടെ യഥാർത്ഥ നേച്ചർ സ്വഭാവമൊക്കെ കണ്ടില്ലേ? പഴയ മെമ്മറീസ് അത് അവൾക്ക് തിരികെ കിട്ടി.
നീ അവളെ രക്ഷിക്കാൻ പോയാൽ അവൾ ആദ്യം തല്ലിക്കൊല്ലുക അത് നമ്മളെ ആയിരിക്കും. സോ ആദ്യം നമുക്ക് ലൂഫിയെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇവിടുന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് രക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ സൈസ് അങ്ങനെ ജയന്റ് ആക്കി ലൂഫിയെ ലക്ഷ്യമാക്കി ഓടും. അവന്റെ തൊട്ടു പിന്നാലെ സാമുറായി പെണ്ണും ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി ആ കവമടിച്ചു. അവന്റെ സെല്ലാണെങ്കിൽ തകർന്നു കിടക്കുകയാണ്. പക്ഷേ കൈയും കാലും എല്ലാം സീ പ്രസൻ ചെയിൻ ഉപയോഗിച്ച് അങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ കൊണ്ട് പുറത്തേക്ക് വരാനാവില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് കുറവില്ലാതെ അറഞ്ചം പുറഞ്ചം ഓരോരുത്തരായിട്ട് തല്ലി കൊന്നുകൊണ്ടേയിരിക്കും. കവമട്സു ആണെങ്കിൽ ലൂഫിയുടെ അറ്റാക്കിംഗ് സ്റ്റൈലും പഞ്ചും ഒക്കെ കണ്ട് അങ്ങനെ സന്തോഷിക്കും. അതേസമയം പ്രിസണേഴ്സ് എല്ലാവരും ഇപ്പൊ പുറത്താണ്. അവർ പരസ്പരം പറയും നമുക്കും ലൂഫിയെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സോൾജിയേഴ്സിനെ എല്ലാം തകർത്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ വാർഡനും വൈസ് വാർഡനും അവർ രണ്ടുപേരും കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. ആദ്യം എങ്ങനെയെങ്കിലും ഈ പ്രിസണേഴ്സിനെ എല്ലാവരെയും ലോക്ക് ചെയ്യണം. ഓൾറെഡി സോൾജിയേഴ്സ് ഇപ്പോൾ വളരെ കുറവാണ്. സോ വാർഡൻ എഴുന്നേറ്റ് നിന്ന് പ്രിസണേഴ്സിനോട് പറയും നമ്മളുടെ ഇടയിലുള്ള ഒരു പ്രിസണറിന്റെ കൺട്രോൾ പോയിരിക്കുകയാണ്. അത് നോക്കി നിൽക്കുന്നവർക്കും അവനെ സഹായിക്കുന്നവരെയും എല്ലാവരെയും വലിയ ദ്രോഹിയാക്കി കണക്കാക്കും. ഇവിടുന്ന് രക്ഷപ്പെട്ടാലും അവരെ വെറുതെ വിടില്ല. തേടി പിടിച്ച് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കും. സോ നിങ്ങളുടെ പ്രൊട്ടക്ഷനും നിങ്ങളുടെ ശിക്ഷയും കുറഞ്ഞു കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലെ ആ ഒരു കറുത്ത ചെമ്മരിയാടായ ലൂഫി പ്രിസണറിനെ അവനെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കണമെന്ന് പറയും. അത് കേട്ട് അവർ നടുങ്ങാണ്. ലൂഫി ആണെങ്കിൽ ആ കാര്യങ്ങൾ കേട്ട് നിലവിളിച്ച് പറയും സത്യത്തിൽ നീ ഇത്ര വലിയ മണ്ടനാണോ? നീ ഒരു വാർഡനല്ലേ? ഒരു കാരണവശാലും ഇവർ നിന്റെ പ്രിസണേഴ്സ് നീ പറയുന്ന ഈ പച്ചക്കള്ളം അത് വിശ്വസിക്കില്ല എന്ന് പറയും. പക്ഷെ അടുത്ത നിമിഷം ആ പ്രിസണേഴ്സ് എല്ലാവരും നമ്മുടെ ലൂഫിക്ക് നേരെ തിരിയാണ്. വാർഡനാണെങ്കിൽ വിളിച്ചു പറയും ഇപ്പൊ നിങ്ങൾ നോക്കി നിന്നാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ വലുതാണ്. ആദ്യം നിങ്ങളുടെ കൈ അത് വെട്ടിയെടുക്കും, പിന്നീട് കാല്, അവസാനമായിട്ട് തല. അതുകൂടെ ആവുമ്പോ ഇപ്പൊ ആ പ്രിസണേഴ്സ് എല്ലാവരും ഓടി വന്ന് ലൂഫിയുടെ കൈയും കാലും എല്ലാം തന്നെ പിടിച്ച് ലോക്ക് ചെയ്യാണ്. ലൂഫിക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, നിങ്ങൾ എന്തായി ചെയ്യണേ? സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ മണ്ടന്റെ വാക്കുകൾ അത് വിശ്വസിക്കുകയാണോ? അതിന് ആ പ്രിസണേഴ്സ് പറയും നീ ഇവിടെ ഫൈറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കൈഡോയും ഒറോച്ചിയും അവർ വെറുതെ ഇരിക്കില്ല. ഞങ്ങൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകളയും. സോ ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഇത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവരങ്ങനെ ലൂഫിയെ മുറുക്ക പിടിക്കും. അവരാണെങ്കിൽ ലൂഫിയോട് പറയും നിനക്കൊരു കാര്യം അറിയോ? കൊസുക്കി ഫാമിലിയെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിപ്പെട്ടത്. മാത്രമല്ല ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടാലും പഴയൊരു നല്ല ജീവിതം അത് ഞങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. സോ ശേഷിക്കുന്ന കാലവും ഞങ്ങൾ ഇവിടെ കിടന്ന് നരകിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അവർ കാര്യങ്ങളെല്ലാം തുറന്നു പറയും. നീ കടൽ കടന്നു വന്നവനാണ്, ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ നിന്നെ കൊണ്ടാവില്ല. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് നീ ഹോപ്പ് തരരുതെന്ന് പറഞ്ഞ് അതിൽ ഒരുത്തനാണെങ്കിൽ പൊട്ടിക്കരയും. അടുത്ത നിമിഷം ആ വാർഡൻ അവനെ ഷൂട്ട് ചെയ്യുകയാണ്. ഷൂട്ട് ചെയ്യേണ്ട താമസം അതിൽ നിന്ന് ഒരു പ്ലേഗ് വൈറസ് അതങ്ങനെ അവന്റെ ബോഡി മുഴുവൻ സ്പ്രെഡായി അവനെ ടച്ച് ചെയ്തിരിക്കുന്നവരുടെ ദേഹത്തേക്കും അത് സ്പ്രെഡാവും. വാർഡനാണെങ്കിൽ വിളിച്ചു പറയും ഇത് വെറും ഒരു ട്രയൽ മാത്രമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സാമ്പിള്. ഞാൻ എന്നെ ഒബേ ചെയ്യാത്തവർക്ക് എല്ലാവർക്കും ഇതായിരിക്കും ഗതി എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ രാക്ഷസനെ പോലെ ഇരിക്കും. അടുത്ത നിമിഷം കവമട്സു ആണെങ്കിൽ വിളിച്ചു പറയും ഇതാണ് നിങ്ങൾക്കുള്ള അവസാനത്തെ ചാൻസ്. ഈ ചാൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈഡോയെ ഇല്ലാതാക്കാൻ പറ്റും. ഇവിടെ വാർഡനാണെങ്കിൽ ഇപ്പൊ ഗണ്ണ് ലൂഫിക്ക് നേരെ പോയിന്റ് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ ആ പ്രിസണേഴ്സിനോട് പറയും പ്ലീസ് ദയവ് ചെയ്ത് എനിക്കൊരു 10 മിനിറ്റ് സമയം തരണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്യാവസ്ഥ ബോധ്യപ്പെടും. വാർഡനാണെങ്കിൽ ഇപ്പൊ കവമട്സുവിന്റെ ആ സെല്ലിലേക്ക് നോക്കുകയാണ്. കാരണം ഒറോച്ചി പറഞ്ഞതനുസരിച്ചാണ് വർഷങ്ങളായി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫിഷുകളെ ഒരു പണിഷ്മെന്റ് പോലെ അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയും വർഷം അത് കഴിച്ചിട്ടും അവന്റെ ജീവന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. സോ അവന്റെ സ്ട്രെങ്ത് വളരെ വലുതാണ്. സാമുറായി പെണ്ണാണെങ്കിൽ ഇപ്പൊ കവമട്സുവിനെ കറക്റ്റായിട്ട് തിരിച്ചറിയും. ഇവിടെ അവനെ രക്ഷിക്കാനായിട്ട് ആ സെല്ല് ലക്ഷ്യമാക്കി ഓടും. അത് കണ്ട വാർഡനാണെങ്കിൽ സോൾജിയേഴ്സിനോട് കവമട്സുവിനെ ഇല്ലാതാക്കാനായിട്ട് പറയും. കവമട്സുവിന്റെ അടുത്തേക്ക് ഇപ്പൊ ഒരുപാട് സോൾജിയേഴ്സ് ഓടി അടുക്കുകയാണ്. അടുത്ത നിമിഷം കവമട്സു ഒരു മീൻ മുള്ള് അതങ്ങനെ ആഞ്ഞു തുപ്പി ഒരുത്തനെ കൊന്നു തള്ളും. അവൻ ടെററായിട്ട് വിളിച്ചു പറയും വർഷങ്ങളായി ഞാൻ എൻ്റെ കിങ് ഓടൻ അദ്ദേഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ജീവിച്ചു വരുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്നെ ഇല്ലാതാക്കാൻ കഴിയില്ല. എൻ്റെ ഉള്ളിലെ ഹോപ്പ് തകർക്കാനും നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.